നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥയുണ്ടല്ലോ. ദേവയാനിയുടെ യയാതി രാജകുമാരൻ്റെയും വിവാഹം കഴിഞ്ഞു. ശർമ്മിഷ്ഠയും 1000 തോഴിമാരും കൂടി ദേവയാനിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി പുതിയ രാജകൊട്ടാരത്തിലേക്ക്, ഭർത്താവിൻ്റെ യയാതിയുടെ രാജകൊട്ടാരത്തിലേക്ക് പോയി എന്ന് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ. ശർമ്മിഷ്ഠയുടെ മിടുക്കല്ലേ ഇനി നമുക്ക് കാണണ്ടേ. ദേവയാനിയുടെ സാമർഥ്യം എടുക്കും നമ്മൾ കണ്ടു. അവിടെ ചെന്നിട്ടുണ്ടായ കഥ നോക്കാൻ. അവിടെ ചെന്ന് രാജ്ഞിയായിട്ട്, യയാതിയുടെ രാജ്ഞിയായിട്ട് ദേവയാനി അങ്ങനെ സുഖമായിട്ട് താമസിക്കുകയാണ്. ശർമ്മിഷ്ഠ രാജകുമാരി, അവളും സുന്ദരിയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ദേവയാനിയുടെ തോഴിയല്ലേ, അവളെ ശുശ്രൂഷിച്ചോണ്ടല്ലേ അവിടെ ജീവിക്കണേ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുർവൻ യദു 2 പുത്രന്മാർ ദേവയാനിക്ക് ഉണ്ടായി. യയാതി രാജകുമാരന്മാർ 2 തുർവൻ, ഒരാൾ യദു, ഒരാൾ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ദേവയാനിയും യയാതിയും തമ്മിൽ വളരെ സ്നേഹമാണ്. എന്നാലും ഇങ്ങനെ ഒരുപാട് കാലത്തെ നീണ്ട ആ സഹവാസം കൊണ്ട് യയാതി രാജകുമാരനറിയാം തൻ്റെ ഭാര്യയായ ദേവയാനിയെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്ന ഈ ശർമ്മിഷ്ഠ ഇത് വൃഷപർവാവ് എന്ന രാജാവിൻ്റെ പുത്രിയാണ്. ഈ ദേവയാനിയുടെ ഒരുട്ടം ശാഠ്യം കൊണ്ട്, ശുക്രാചാര്യർക്ക് മകളോടുള്ള ആ സ്നേഹവാത്സല്യത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഒക്കെയാണ് ഇങ്ങനൊരു യോഗ ആ കുട്ടിക്ക് വന്നത്. ഈ രാജകൊട്ടാരത്തിലൊരു തോഴിയായി ജീവിക്കാനുള്ള ഇട വന്നത്. അങ്ങനെ അങ്ങനെ ഇരിക്കെ ക്രമേണ ആ സഹതാപം അങ്ങോട്ട് ശർമ്മിഷ്ഠയോട് ഒരു ആരാധനയായി മാറി രാജാവിന്. പൂങ്കാവനങ്ങളിൽ വെച്ചിട്ടും മറ്റു കൊട്ടാരങ്ങളിൽ പല പല സന്ദർഭങ്ങളിൽ വെച്ചിട്ടും രാജാവും ശർമ്മിഷ്ഠയും തമ്മിൽ കാണുകയും ശർമ്മിഷ്ഠയോട് വളരെ സ്നേഹമായിട്ട് രാജാവ് പെരുമാറുകയും ശർമ്മിഷ്ഠയും വിചാരിച്ചു, ഇദ്ദേഹം നാട് ഭരിക്കുന്ന രാജാവല്ലേ, ദേവയാനിയുടെ ഭർത്താവാണ്, അവൾക്ക് 2 പുത്രന്മാരുണ്ട്, രാജകൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും അവൾ ജീവിക്കണം. ഞാനല്ലേ, എനിക്ക് ഭർത്താവും ഇല്ല, രാജാവും ഇല്ല, ആരുമില്ല, എൻ്റെ അച്ഛനെ ഒന്നും കാണാനും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാനും നിവർത്തിയില്ല. അങ്ങനെ വിഷമിക്കണം. അപ്പം രാജാവ് കാണിക്കുന്ന ഈ സഹതാപത്തെ സ്നേഹമാക്കി മാറ്റി ക്രമേണ അത് പ്രണയമായി മാറി. എന്തിനു പറയണു, മറ്റൊരു കൊട്ടാരത്തിൽ ശർമ്മിഷ്ഠയുമായിട്ട് രാജാവ് രഹസ്യമായിട്ട് വിവാഹം ചെയ്ത് ശർമ്മിഷ്ഠയോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. കുട്ടികൾ 3 പേരുണ്ടായി, 3 പുത്രന്മാർ. യദു തുർവൻ ദേവയാനിയുടെ, പിന്നീട് വേറെ 3 പുത്രന്മാർ. താഴെയുള്ള പുത്രനാണ് പുരു രാജകുമാരൻ. ശരിക്കും രാജകുമാരന്മാർ ഇവരല്ലേ, രാജകുമാരിയുടെയും രാജാവിൻ്റെയും മക്കൾ. ഈ പുരു രാജകുമാരനോട് എന്തെന്നില്ലാത്ത സ്നേഹ എല്ലാവർക്കും. ഒരു ദിവസം അപ്പം അങ്ങും കൊട്ടാരം അപ്പുറം ഉണ്ടെന്ന് വെച്ചാൽ ഈ കുട്ടികൾ തമ്മിൽ അങ്ങനെ എങ്ങനെയൊന്നും കാണലും കളിക്കലൊന്നും പതിവില്ല. എന്തിനു പറയണം, ഒരു ദിവസം ഈ തുർവനും യദുവൊക്കെ കളിക്കാൻ പോയിട്ട് കാണാനില്ല. പൂന്തോട്ടത്തിൽ എവിടെയും കണ്ടാണെന്നാണ് തോന്നണേ കളിക്കാൻ. എവിടേക്കായി പോയിക്കണം, തോഴിമാരോട് കുട്ടികളെ എവിടെയാണെന്ന് നോക്കാൻ പറഞ്ഞു. നോക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾ പോയി, അവരെയും കാണാനില്ല. അങ്ങനെയായപ്പോൾ ദേവയാനിക്ക് തോന്നി ഒന്ന് പോയി നോക്കാമല്ലോ എന്ന് കരുതി ദേവയാനി പൂന്തോട്ടത്തിൽ ചെന്ന് കുട്ടികൾ ഓടി കളിക്കുന്നിടത്ത് ചെന്ന് നോക്കിയപ്പം തൻ്റെ കുട്ടികളുടെ തന്നെ ചായയിൽ വേറെ 3 കുട്ടികൾ. ഇതെങ്ങനെ ഇവർക്ക് ഒരേ ചായ വന്നേ? തൻ്റെ ഭർത്താവിൻ്റെ ചായ തന്നെയാണല്ലോ ഈ കുട്ടികൾക്കും. ദേവയാനിക്ക് എന്തോ ഒരു ചെറിയ പന്തികേട് തോന്നി. വേഗം അന്വേഷിച്ചു. പിറ്റേ ദിവസം ഭടന്മാർ രഹസ്യമായിട്ട് വിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ ചെന്ന് കൊടുത്ത രഹസ്യമായ റിപ്പോർട്ട് എന്തായിരുന്നു എന്നറിയാമോ? വിവരം പറഞ്ഞു, മഹാരാജാവ് കുറച്ച് കാലങ്ങളായിട്ട് ശർമ്മിഷ്ഠ രാജകുമാരിയെ രഹസ്യമായിട്ട് വിവാഹം ചെയ്ത് ജീവിക്കുകയാണ് അവിടെ. പുത്രന്മാർ 3ആയി. ആ കുട്ടികളെ നമ്മളിന്ന് പൂന്തോട്ടത്തിൽ കണ്ടത്. ദേവയാനിക്ക് ഇതിൽ പരമൊരു സങ്കടവും വിഷമവും ദേഷ്യവും വരാനുണ്ട്. ഉടൻ തന്നെ അച്ഛനെ വരുത്തി. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചു, എന്നോടൊപ്പം വന്നതാ ശർമ്മിഷ്ഠ രാജകുമാരി, അദ്ദേഹത്തെ
അത് മയക്കിയെടുത്ത് വേറെ വിവാഹം ചെയ്ത് അവൾക്ക് 3 പുത്രന്മാരുണ്ടായി. എനിക്ക് 2 പുത്രന്മാർ. കാര്യം എൻ്റെ എല്ലാ കാര്യവും അദ്ദേഹം നോക്കണ്ട. എന്നാലും ഒരു സപത്നി എനിക്ക് വേണോ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ സൗന്ദര്യം കാരണമാണ് ഇങ്ങനൊരു ദൂഷ്യം ഉണ്ടായത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ശുക്രാചാര്യർക്ക് സങ്കടമായി. തൻ്റെ മകൾക്കൊരു സപത്നിയുടെ ആവശ്യം എന്താണ്? ഇവൻ്റെ സൗന്ദര്യം കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഈ ദുരിതം വന്ന്. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? മകളുടെ ഭർത്താവിനെ ആദ്യം ഒറ്റ ശാപം അങ്ങോട്ട് കൊടുത്തു. എന്താണെന്നൊന്ന ശാപം? നിൻ്റെ ഈ സൗന്ദര്യമൊക്കെ മാറി നിനക്ക് ജരാനരകൾ ബാധിക്കട്ടെ, നീ വൃദ്ധനാകട്ടെ. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് കാമദേവനെ പോലെ ഇരുന്നിരുന്ന യയാതിദാ പാടു വൃദ്ധനായി. താടിയും തലയൊക്കെ നീണ്ടു, അതൊക്കെ നരച്ചു, ജരാനരകൾ ബാധിച്ചു, കണ്ണൊക്കെ കുണ്ടിയായി പോയി, കാഴ്ചന്നെ ഇല്ലാണ്ടായി, കേൾവിനെയൊക്കെ കുറഞ്ഞു. ഇങ്ങനെ വന്നപ്പോൾ യയാതിക്ക് രാജ്യം ഭരിക്കാൻ പറ്റുമോ? ഇത്രയും വയസ്സായ ഒരാളെങ്ങനെ രാജ്യം? യയാതിക്കാണെങ്കിൽ ഭാര്യമാരുടെ കൂടെ ജീവിച്ച് ഒരു മതിയൊട്ട് വന്നിട്ടുമില്ല. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? 5 പുത്രന്മാരുണ്ടല്ലോ, ദേവയാനിയുടെ 2, ശർമ്മിഷ്ഠയുടെ 3. മൂത്തവരെ യദുവിനെ വിളിച്ചു. ആദ്യം യദുവാ മൂത്ത പുത്രൻ. യദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാമോ? ആദ്യം തന്നെ ശുക്രാചാര്യരുടെ കാൽക്ക വീണു, എനിക്ക് ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞു. ആചാര്യർ പറഞ്ഞു, ശാപമോക്ഷം കിട്ടും. നിൻ്റെ ഈ ജരാനരകൾ, വാർദ്ധക്യം ആരെങ്കിലും ഒരാളങ്ങടെ ഏറ്റെടുക്കുകയാണെങ്കിൽ അയാളുടെ യൗവനം നിനക്ക് കിട്ടും. അതുതന്നെ ശാപമോക്ഷം. ഉടൻ മൂത്ത മകനോട് പറഞ്ഞു, എൻ്റെ ജരാനര ഏറ്റെടുത്ത് നീ എനിക്ക് യൗവനം തരുമോ? യദു പറഞ്ഞു, എനിക്കൊന്നും പറ്റില്ലേ, ഇതുപോലെ കളവനായിട്ട് വയസ്സനായിട്ട് നടക്കാൻ എന്നെ കണ്ടോ? അതൊക്കെ അച്ഛൻ തന്നെ നടന്നാൽ മതി. 2ാമത്തെ ആളെ വിളിച്ചു. അത് തന്നെ തഥൈവ. 3ാമത് ശർമ്മിഷ്ഠയിലുണ്ടായ മൂത്ത 2 പുത്രന്മാരെ വിളിച്ചു. അവരിത് തന്നെ പറഞ്ഞു. ഏറ്റവും താഴെയുള്ള കൗമാരങ്ങ് മാറിയിട്ടേ ഉള്ളൂ, കൊച്ചു കുട്ടിയാണ്. ഈ ജീവിതത്തിൽ മോഹങ്ങളൊക്കെ വരാൻ തുടങ്ങണേ ഉള്ളൂ. പൂരു എന്ന് പറയുന്ന രാജകുമാരനെ, ആ താഴെയുള്ള രാജകുമാരനെ വിളിച്ചു. എൻ്റെ മോനെ, നിനക്കാകുമോ നിൻ്റെ യൗവനം എനിക്ക് തന്നിട്ട് അച്ഛൻ്റെ വാർദ്ധക്യം അങ്ങോട്ട് ഏറ്റെടുക്കാം? ഉടൻ തന്നെ എന്തു പറഞ്ഞു? അച്ഛാ, ഞാൻ ഏറ്റെടുത്തോളാം. അച്ഛൻ യൗവനം ഞാൻ തരികയും ചെയ്യാം. അച്ഛൻ യുവാവായിട്ട് ജീവിതം ആസ്വദിച്ചോളൂ. ഞാൻ കുറേ കാലം, എത്ര കൊല്ലം വേണ്ട അച്ഛന്? അപ്പം യയാതി പറഞ്ഞു, എനിക്കൊരു 1000 കൊല്ലം കൂടി യുവാവായിട്ടിരിക്കണം. ആയിക്കോട്ടെ, 1000 കൊല്ലം ഇരുന്നു. അങ്ങനെ പൂരുവിൻ്റെ യൗവനം യയാതിക്ക് അങ്ങോട്ട് കൊടുത്തു 1000 കൊല്ലത്തേക്ക്. ഇദ്ദേഹം 1000 കൊല്ലം യുവാവായിട്ട് രാജ്യം ഭരിച്ച് ഭാര്യമാരോടൊത്ത് സുഖമായിട്ട് താമസിച്ച് രാജ്യം ഭരിച്ചു. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ യയാതി പൂരുവിനെ വിളിച്ചു. നിൻ്റെ യൗവനം ഞാൻ നിനക്ക് അവിടെ തിരിച്ചു തരികയാണ്. നിൻ്റെ ആ വാർദ്ധക്യം എനിക്കിങ്ങോട്ട് തന്നേക്ക്. ഞാൻ വനപ്രസ്ഥത്തിന് പോവുകയാണ്. മാത്രമല്ല ഈ രാജ്യത്തെ രാജാവായിട്ട് ഞാൻ നിന്നെ വാഴിക്കുകയാണ്. അങ്ങനെയാണ് പുരൂരവസ് എന്ന രാജാവ് ഉണ്ടായത്. അത് യയാതി രാജാവിൻ്റെ മകനാ പുരൂരവസ്. പുരു എന്ന് പറഞ്ഞ പുരു രാജകുമാരൻ. അങ്ങനെ യൗവനവും വാർദ്ധക്യവും വച്ചു മാറിയ പിതാവും പുത്രനും. അതാണ് യയാതി രാജാവും പുരു എന്ന രാജകുമാരനും. ഇന്നത്തെ കഥ പൂരുവിൻ്റെ ദാനം, യയാതിയുടെ അനുഗ്രഹം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. പുരൂരവസൻ്റെ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ അവസരം ഉണ്ടാക്കണം കേട്ടോ. നന്ദി.